ചാനൽ കാവ്യാസ് ലൈഫ് ഇവൻറ്റ്സ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ആർട്ട് ഗാലറിയിലാണ്. ലോകത്തിലെ തന്നെ നീളം കൂടിയ ഏറ്റവും വലിയ ആർട്ട് ഗാലറി. ഇപ്പം നിങ്ങൾക്ക് തോന്നും മെട്രോൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇത് മെട്രോ സ്റ്റേഷനാണോ? ശരിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ആർട്ട് ഗാലറി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോം മെട്രോ സ്റ്റേഷനെയാണ്. 110 കിലോമീറ്റർ നീളമുള്ള സ്റ്റോക്ക്ഹോം മെട്രോസ്. വീഡിയോയ്ക്ക് പോണതിന് മുന്നേ സ്റ്റോക്ക്ഹോം മെട്രോനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ. 1950 സ്റ്റോക്ക്ഹോമിലെ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് ഈ 2019 100 മെട്രോ സ്റ്റേഷനാണുള്ളത്. അതിൽ തന്നെ 47 മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണ്. ഈ മെട്രോ സ്റ്റേഷനെ 3 ലൈനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. ഈ എല്ലാ ലൈൻസും കണക്ട് ചെയ്യുന്ന ഹബ് സ്റ്റേഷനാണ് T-Centralen സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷന് ബ്രൈറ്റ് ഗ്രീൻ ആൻഡ് റെഡ് ലാൻഡ്സ്കേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഗ്രീൻ ഫോറസ്റ്റിനെയും റെഡ് ഈവനിങ് സണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്. 1950 സ്റ്റോക്ക്ഹോമിലെ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പല കലാകാരന്മാരുടെ വർക്ക്സാണ് ഇവിടെ ഓരോ മെട്രോയിലും നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പഴമയുടെയും പുതുമയുടെയും എക്സ്പീരിയൻസ് നമുക്ക് ഉടനീളം കാണാൻ കഴിയും. സ്വീഡനിൽ 70s ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കളർ തീം ഈ സ്റ്റേഷന് കൊടുത്തിരിക്കുന്നത്. 70s സ്വീഡനിൽ വൻതോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുകയും പിന്നെ റൂറൽ ഏരിയയിൽ പോപ്പുലേഷൻ ക്രമാതീതമായി കുറയുകയും ചെയ്തിരുന്നു. ആ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് നമുക്ക് ഈ സ്റ്റേഷനിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലേറ്റോ എലമെന്റ്സ് ആയ ഫയർ, വാട്ടർ, എയർ, എർത്ത് എന്നിവ ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു അവാർഡ് വിന്നിംഗ് സ്റ്റേഷനും കൂടിയാണ്. മെട്രോ സ്റ്റേഷന് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ 7 നിറങ്ങളോട് ചേർന്ന് മനോഹരമായൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ ആകാശവും മഴവില്ലും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് യാത്രക്കാരുടെ പേടി അകറ്റാനെന്നാണ് ആർട്ട് ഗൈഡ് പറയുന്നത്. കാരണം 1973 പണി കഴിപ്പിച്ച ഈ മെട്രോ സ്റ്റേഷനാണ് സ്റ്റോക്ക്ഹോമിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനോട് തൊട്ടുമുകളിൽ ആകാശവും അവിടെ മഴവില്ലും ഒക്കെ ഉണ്ടെന്നൊരു പ്രതീതിയാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത്.
സ്റ്റോക്ക്ഹോം ഒളിമ്പിക് സ്റ്റേഡിയം ഇവിടെയാണ്. 1912 സമ്മർ ഒളിമ്പിക്സ് ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. ഈ സ്റ്റേഷൻ ഡിസൈൻ ചെയ്യാൻ ആർട്ടിസ്റ്റ് ഇൻസ്പയർഡ് ആയത് അവരുടെ ചൈൽഡ്ഹുഡ് ആക്ടിവിറ്റീസിൽ നിന്നാണെന്നാണ് പറയണത്. ഒരു കുഞ്ഞു കുട്ടിക്ക് പടം വരയ്ക്കാൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതാണ് നമുക്ക് ഈ മെട്രോ സ്റ്റേഷന്റെ വാളിൽ കാണാൻ കഴിയുക. സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയുടെ മെട്രോ സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷനിൽ 12 ലാർജ് ടൈൽ പാനൽസ് സ്ഥാപിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സ്റ്റേഷൻ ആയത് കാരണം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓരോ പാനൽസും. പഠിക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലായിട്ടാണ് തോന്നുന്നത്. ഞാനൊന്ന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല അതൊക്കെ കാണാൻ. വാ പോവാന്നാ പറയണവള്. സ്റ്റോക്ക്ഹോം സബ്വേയുടെ മെയിൻ ഹബ് സ്റ്റേഷനാണ് T-Central സ്റ്റേഷൻ. ദ ബ്ലൂ പ്ലാറ്റ്ഫോം എന്നാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. സ്റ്റോക്ക്ഹോമിലെ 3 മെട്രോ ലൈൻസും കണക്ട് ചെയ്യുന്ന ഹബ് സ്റ്റേഷനായ കാരണം ഈ സ്റ്റേഷൻ എപ്പോഴും ഒരു ഹറിബറി സ്റ്റേഷനായിരിക്കും. ഈ സ്റ്റേഷനിൽ ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സും ലീഫിൻ്റെയും ഒക്കെ സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. തിരക്ക് പിടിച്ചോടുന്ന യാത്രക്കാരുണ്ട്, അവരുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണ് ആർട്ട് ഗൈഡ് പറയണത്. കളർഫുള്ളായ ആനിമൽസിൻ്റെ സ്കൾപ്ചേഴ്സും പിന്നെ നമുക്ക് കാണുമ്പോൾ ഡിഫറെൻ്റ് ആയി തോന്നുന്ന കുറച്ച് പിക്ചേഴ്സും കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കൾച്ചർ ഫോളോ ചെയ്യണ ഇമിഗ്രൻസ് കൂടുതലായിട്ട് വന്ന് താമസിക്കുന്ന ഒരു പ്ലേസാണിത്. അതുകൊണ്ട് തന്നെ യൂണിറ്റി എന്ന മീനിങ് വരുന്ന കുറേ മെസ്സേജുകളൊക്കെ നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാൻ കഴിയും. നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ഡിസൈനാണ് ഈ മെട്രോ സ്റ്റേഷനുള്ളത്. 400 മീറ്ററോളം LED ലൈറ്റ് പിടിപ്പിച്ചിട്ടാണ്. ആ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ CTG മോണിറ്റർ സ്ക്രീനിൽ കാണുന്ന ഒരു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് പോലെയാണ് നമുക്ക് തോന്നുക. ഈ സ്റ്റേഷനിലെ വാളിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കളറ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നും. ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വൈറ്റ് ആൻഡ് ഗ്രീൻ ആണെന്ന് തോന്നും. 2 സൈഡിൽ നോക്കുമ്പോഴും 2 ഡിഫറെൻ്റ് ആയ വ്യൂസ് ആണ് നമുക്ക് തോന്നുന്നത്. ഇത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്നാണ് ആർട്ട് ഗൈഡ് പറയുന്നത്.
BC 3000 മുതൽ 1980 വരെയുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ വാളുകളിൽ വരച്ചും എഴുതിയും വെച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ മെട്രോ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മെട്രോ സ്റ്റേഷനാണ് കുങ്സ്റ്റഗോഡൻ. ഈ സ്റ്റേഷന് റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലെ മജസ്റ്റിക് മാക്ലോസ് പാലസിൻ്റെ ഭാഗമായിരുന്ന ഫ്രഞ്ച് ഗാർഡനെ ഓർമ്മിപ്പിക്കാനാണ് ഈ കളർ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റേഷനിൽ കുറേ സ്റ്റാച്യൂസിനൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ആ മാക്ലോസ് പാലസിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഭാഗങ്ങളായിരുന്നു. കുങ്സ്റ്റഗോഡൻ ഓൾഡസ്റ്റ് പബ്ലിക് പാർക്കാണ്. ദ കിങ് ഗാർഡൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആയിരത്തി 1875 പബ്ലിക്കിന് ഓപ്പൺ പാർക്കായിട്ട് അത് തുറന്നു കൊടുത്തു. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മെട്രോ സ്റ്റേഷൻ ആർട്ട് ഗാലറി? അടിപൊളിയല്ലേ? ഇതിപ്പോൾ 47 മെട്രോ സ്റ്റേഷൻ, അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനെ കുറിച്ച് ഇവിടെ കാണിച്ചിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് മെട്രോ സ്റ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.